മുക്കം ടൗൺ സൗന്ദര്യവൽക്കരണ പ്രവൃത്തികൾ ഇഴഞ്ഞു നീങ്ങുന്നത് പ്രതിസന്ധിയുണ്ടാക്കുന്ന സാഹചര്യത്തിൽ പ്രവൃത്തികൾ അടിയന്തരമായി പൂർത്തീകരിക്കാൻ CK കാസിം MLAയുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ കരാറുകാരന് നിർദ്ദേശം നൽകി. അനന്തമായി നീളുന്ന പ്രവൃത്തി മുക്കത്തെത്തുന്നവർക്കും വ്യാപാര മേഖലയ്ക്കും വലിയ പ്രതിസന്ധി സൃഷ്ടിച്ച സാഹചര്യത്തിലാണ് MLAയുടെ പ്രത്യേക യോഗം വിളിച്ചത്. ഒരു വർഷം മുമ്പ് തുടങ്ങിയിട്ടും ഇപ്പോഴും പാതി വഴിയിൽ നിൽക്കുന്ന മുക്കം ടൗൺ സൗന്ദര്യവൽക്കരണ പ്രവൃത്തിയുടെ രണ്ടാം ഘട്ടം ഉടൻ പൂർത്തിയാക്കാനാണ് MLAയുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ കരാറുകാരന് നിർദ്ദേശം നൽകിയത്. ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പങ്കെടുത്ത യോഗത്തിലാണ് CK കാസിം MLA ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയത്. ഇഴഞ്ഞു നീങ്ങുന്ന പ്രവൃത്തിക്കെതിരെ വ്യാപാരികളുടെയും യാത്രക്കാരുടെയും നിരന്തര പരാതികൾ ഉയർന്നിരുന്നു. പ്രവൃത്തിയുടെ ഭാഗമായി മാസങ്ങളായി പല സ്ഥലങ്ങളിലും പൊളിച്ചിടുകയും പുതിയ സ്റ്റാൻഡ് അടച്ചിടുകയും ചെയ്തതോടെ മുക്കത്തെ വ്യാപാരികൾക്ക് ഏറെ പ്രയാസങ്ങളാണ് അനുഭവിക്കേണ്ടി വന്നിരുന്നത്. പ്രവൃത്തി ഇഴഞ്ഞു നീങ്ങുന്ന സാഹചര്യത്തിൽ ഈ വരുന്ന ഓണം സീസൺ കൂടി വ്യാപാരികൾക്ക് നഷ്ടമാവുന്ന സാഹചര്യവുമുണ്ട്. ഇതിനെ തുടർന്നാണ് MLAയുടെ നേതൃത്വത്തിൽ ആദ്യം സ്ഥലം സന്ദർശിക്കുകയും തുടർന്ന് പൊതുമരാമത്ത് വകുപ്പ്, ജല അതോറിറ്റി ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും യോഗം ചേരുകയും ചെയ്തത്. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാത്ത തരത്തിൽ പൊതുമരാമത്ത് വകുപ്പിൻ്റെയും അതോറിറ്റിയുടെയും പ്രവൃത്തി എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കാനും പുതിയ ബസ് സ്റ്റാൻഡ് ഉടൻ തുറന്നുകൊടുക്കാനും MLA നിർദ്ദേശം നൽകിയിട്ടുണ്ട്. MLA ഓഫീസിൽ നടന്ന യോഗത്തിൽ നഗരസഭാ കൗൺസിലർമാരായ സജീഷ് വയലത്ത്, ഷെരീഫ് വണ്ണക്കോട്, സുഹറ വഹാബ്, ജിജി ജയരാജ്, ഹനീഫ തെച്ചിയാട്, PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ KV സുജീഷ്, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ PK രഞ്ജി, അസിസ്റ്റന്റ് എഞ്ചിനീയർ P അതുൽ, വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ L വിഷ്ണുജി തുടങ്ങിയവർ പങ്കെടുത്തിരുന്നു. CTV പ്രാദേശിക വാർത്ത, മുക്കം.